ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കാം. ലഞ്ചിന് ഞാൻ ഈ വെള്ളക്കടല വെച്ചൊരു ചന്നാ മസാല ഉണ്ടാക്കാനാണ് നോക്കുന്നത്. മസാലയല്ല, ഒരു സ്റ്റൂ പരുവം. എന്താണെന്നൊന്നും പറയാൻ അറിയത്തില്ല, ഞാൻ കൈ കിട്ടിയ എല്ലാം കൂടെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനാദ്യം തന്നെ കുറച്ച് സബോള എടുത്ത് നല്ല രീതിയിൽ കുനൂനാന്നരിഞ്ഞ് അത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നൈസായിട്ട് വഴറ്റുന്നു. വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി ഇതെല്ലാം വാരിയിനകത്തിടുന്നുണ്ട്. ഇതെല്ലാം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ കളർ മൊത്തത്തിലൊരു ബ്രൗൺ ആവുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. എനിക്കൊത്തിരി കുക്കിംഗ് ഒന്നും അറിയത്തില്ല, അറിയാവുന്ന വെച്ചിട്ട് തട്ടിക്കൂട്ടുന്ന ഫുഡാണ്. അതായത് ജീവൻ നിലനിർത്താനുള്ള കുക്കിംഗ് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണിത്. പിന്നെ നമ്മളൊരു ഗ്ലാസ്സിനകത്ത് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും വെള്ളവും കൂടെ കലക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മളിടുന്നത് പെപ്പർ പൗഡറാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, സ്റ്റൂ പരുവാണ്, അപ്പോൾ അതുകൊണ്ട് മസാലയൊന്നുമില്ല, പെപ്പറാണ് മെയിൻ. പിന്നെ നമ്മൾ കലക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ പൊടി ഇതിനകത്തോട്ടേക്ക് നന്നായിട്ട് ഒഴിക്കുക. ഈ കറി ഒരു സ്റ്റൂ പരുവത്തിൽ, അതായത് വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാത്ത, പെപ്പർ മാത്രം ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു, എന്നിട്ട് അതെല്ലാം കൂടെ നൈസായിട്ട് ഇളക്കി. പിന്നെ അതൊന്ന് കുറുക്കി എടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു. ശരിക്കും ഇട്ടേണ്ടത് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോർ ആണ്. അതൊന്നും എൻ്റെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ടത്. പിന്നെ അത് ഇടുമ്പോഴും കുറച്ച് വെള്ളത്തിൽ കലക്കി ഇട്ടാലും നല്ലതായിരിക്കും, കാരണം എൻ്റെ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ കട്ടയുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ചന്ന വെള്ളക്കടല, അതും വാരിനകത്തിട്ടു. എന്നിട്ട് നൈസായിട്ട് ഇളക്കി അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തു. കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുമൊക്കെ ഒന്ന് ആവി കയറ്റി ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡി ആയിരിക്കേണ്ടത് നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി. അതിൻ്റെ മേലെ കുറച്ച് പർമീഷൻ ചീസ്, അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പരമേശ്വരൻ ചീസ്, അതും ഇട്ട് കുറച്ച് ഒറിഗാനോ ഇട്ടെടുത്ത് കഴിച്ചാലുണ്ടല്ലോ നൈസാണ്.